ഗൈസ്, നമുക്കിന്നൊരു ചിക്കൻ ചട്ടിനാട് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ടത് കുരുമുളക്, പച്ചമല്ലി, വലിയ ജീരകം, ചെറിയ ജീരകം, വറ്റൽമുളക് എന്നിവ ചെറിയ തീയിൽ നമ്മളൊന്ന് മൂപ്പിച്ച് വെച്ചതാണ്. പിന്നെ നമുക്കതിലേക്ക് സവാള, കറിവേപ്പില, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പട്ട, ഗ്രാമ്പു, ഏലക്കായ എന്നിവയാണ് വേണ്ടത്. നമ്മൾ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് പട്ട, ഏലക്കായ, ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. അതിലേക്ക് സവാളയും കറിവേപ്പില ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് അതിൻ്റെ ഒരു കളർ മാറി വരുന്നിടം വരെ വഴറ്റെടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടുന്നത് തക്കാളിയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നല്ലോണം വഴന്ന് വരുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. അടിക്ക് പിടിക്കാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ വഴന്ന് വന്നതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ്റെ ആ ഒരു പിങ്ക് കളർ മാറുന്നിടം വരെ നമ്മൾ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്ക് വേണമെന്ന കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതാ ഒരു 1/4 ഗ്ലാസോളം വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പം നമ്മുടെ കുക്കറിൻ്റെ മൂടി ഇട്ടിട്ട് ഒരു 2 വിസിൽ ഞാൻ ഫുൾ ഫ്ലെയിമിൽ കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കർ ഒന്ന് തണുത്ത് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ ഈ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് മാറ്റാം കേട്ടോ. ചട്ടികളും തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുക. മസാലക്കൂട്ട് പറയുമ്പോൾ കുരുമുളക്, പച്ചമല്ലി, വലിയ ജീരകം, ചെറിയ ജീരകം, വറ്റൽമുളക് എന്നിവ നമ്മൾ ചട്ടിയിലിട്ട് ചെറിയ തീയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അത് പൊടിച്ച പൊടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മസാലക്കൂട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് എരിക്ക് വേണ്ടിയിട്ട് വറ്റൽമുളകോ മുളക് പൊടി ഒന്നും തന്നെ ചേർക്കണില്ല. ചിക്കൻ മസാല ചേർക്കണില്ല. വേറൊരു മസാലയും ചേർക്കണം. ഈ ഒരു മസാല മാത്രമാണ് ചേർക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി നമ്മുടെ സാധാ ചിക്കൻ കറി വിട്ട് മടുക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ മട്ടൻ കറി ഉണ്ടാക്കുമ്പോൾ ആ കറിക്കും മസാലയായിട്ട് യൂസ് ആക്കുക കേട്ടോ. അപ്പോൾ ഇത് റൊട്ടിക്കും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ ടാറ്റാ, ബൈ.